പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ? പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ കേൾക്കത്തക്ക വിധം. ഈ 15 ദിവസം അല്ല, പറ്റുന്നത്രയും നാൾ അങ്ങനെ പ്രാർത്ഥിക്കണം. പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവരിലുള്ള എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അന്ധകാര സ്വാധീനങ്ങളും അവരെ വിട്ടുമാറും എന്ന് മാത്രമല്ല, അവരെ തൊടാൻ പറ്റില്ല. തിന്മയുടെ ശക്തിക്ക് അവരെ തൊടാൻ പറ്റാത്ത വിധത്തിൽ അവർ ദൈവീക ബോധ്യത്തിൽ, ജ്ഞാനത്തിൽ വളരാൻ തുടങ്ങും. ഇത് വലിയൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളിങ്ങനെ പറയണം, മാതാപിതാക്കൾ, എനിക്ക് ദൈവം തന്ന ഈ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, അവരെ ഞാൻ അംഗീകരിക്കുന്നു, അവരെ ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോൾ മുതൽ അവരിലൊരു അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും, അവരിലൊരു നന്മ വെളിപ്പെടാൻ തുടങ്ങും. ഇത് തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ അവരിൽ വലുതാകാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ദൈവത്തോടടുക്കാനും നല്ലതായി ജീവിക്കാനുമുള്ള ഒരു തോന്നൽ ദൈവം അവരിൽ ഇടും. ദൈവം ഇടും. ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ ഇങ്ങനെ പോകണം. ദൈവം അവരെ നയിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രചോദനം അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നല്ല തോന്നലുകളെ ദൈവം അവരുടെ മനസ്സിൽ നിക്ഷേപിക്കട്ടെ. പഠിച്ച് രക്ഷപ്പെടണം കേട്ടോ, നല്ല നിലയിൽ എത്തണം കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ മിടുക്കരാകണം. രക്ഷപ്പെടാനുള്ള വരവും കഴിവും ദൈവം തരുന്നുണ്ട്. വീടിനെ നല്ല നിലയിൽ എത്തിക്കണം, ഉയരങ്ങളിലെത്തണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങളുടെ ആലയത്തിലേക്ക് എഴുതി തന്ന ഓരോ നിയോഗങ്ങളും ഈ അൽത്താരയിലുണ്ട്. അവയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും വചനം കേൾക്കാൻ താല്പര്യമുള്ളവരുമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയായതൊന്നും അവരിൽ വരരുത്. അവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ.